നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ സ്നേഹിക്കുന്ന ആള്, നമ്മളുടെ ജീവിതത്തിലുള്ള ആളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആള് നമ്മളായിരിക്കണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നവരെ. ഇല്ലെന്ന് പറഞ്ഞാലും എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്. അറിയണമെന്ന് പറഞ്ഞു, എന്ത് ഉദ്ദേശിച്ചിലാണ് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചില്ല. എന്തായാലും നമുക്കൊന്ന് എടുത്ത് നോക്കാം. അവർക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട, ജനറൽ റീഡിംഗ് മതി എന്ന് പറഞ്ഞു. എത്രത്തോളം അവർക്ക് റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. ഭഗവാനെ, ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ മഹാശിവരാത്രിയുടെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. അത് പേടിക്കണ്ട. പ്രശ്നമില്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പിൽ പ്രശ്നമില്ലെങ്കിൽ എന്തിനു കൊള്ളാം അല്ലെ? ചെറിയൊരു അടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. കുറച്ചൊക്കെ ചെറിയൊരു പ്രശ്നം, പരിഭവം അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ അത് സോൾവ് ചെയ്യുമ്പോൾ അല്ല, ബന്ധം കൂടുതൽ സ്ട്രോങ് ആകും. രണ്ടാമത്തെ കാർഡ് പറയും നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്. അപ്പൊ വഴിത്തിരിവിൽ ഏത് വഴി ചൂസ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല, ഒരെത്തും പിടിയില്ല. ചില സമയത്ത് നമ്മൾ വഴക്കുണ്ടായി കഴിഞ്ഞ ഒരാൾ വന്ന് നമ്മളോട് സോറി പറയുമ്പോൾ അയാളുടെ സോറി ആക്സെപ്റ്റ് ചെയ്യണോ, അതോ അയാളോട് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്രോസ് റോഡ്സ് ഒക്കെ ഉണ്ട്, വഴിത്തിരിവ്. മനസ്സിലായോ? അപ്പൊ സൂക്ഷിച്ച് സംസാരിക്കുക. എപ്പോഴും നമുക്ക് ജയിക്കണ്ട. അപ്പൊ എന്താണ് നല്ല സൊല്യൂഷൻ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിന് ഒരു വഴിത്തിരിവ് കണ്ടുപിടിക്കാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കുളി, ജപം, പിന്നെ നിങ്ങളുടെ ഭക്ഷണം, ഉറക്കം, മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുക, എക്സസൈസ് ചെയ്യുന്നത്, ഇതിനൊന്നും ഒരു മുടക്കം വരുത്തരുത്. മറ്റു കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങളെക്കാളും മുകളിൽ പോകാൻ പാടില്ല. അപ്പോഴാണ് പ്രശ്നം, അപ്പോഴാണ് ഒബ്സെഷൻ വരുന്നത്. അങ്ങനെ പാടില്ല. നമ്മളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് മുടക്കം വരുത്തരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് 3 കാർഡ്സ് വന്നത്. ചില സമയത്ത് നമ്മൾ ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നു, അയാൾ ഭക്ഷണം കഴിച്ചോന്ന് അറിയില്ല. അപ്പൊ അയാൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറയും. ഒരു 12 മണിയായി, 1 മണി, രാത്രിത്തെ കാര്യം പറയുന്നത്, ഡിന്നറിന്റെ കാര്യം പറയുന്നത്. വന്നപ്പോ 1 മണിയായി, ജോലി തിരക്കാണ്, വന്നപ്പോ 1 മണിയായി. പരിഭവം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? അപ്പൊ നമ്മൾ അത് അറിഞ്ഞു പെരുമാറുക. വേണമെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുക, പട്ടിണി കിടക്കണ്ട. വ്യക്തി വന്നു കഴിയുമ്പോൾ വ്യക്തിയുടെ കൂടെ കുറച്ച് ഭക്ഷണം കൂടെ കഴിക്കുക വേണമെങ്കിൽ. ചില സമയത്ത് അവരധികം ശ്രദ്ധിക്കാറില്ല. അവർ വിചാരിക്കും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, അവരുടെ കാര്യം നോക്കി അവർ കഴിച്ചിട്ട് അതിന് പരിഭവം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പട്ടിണിക്ക് ഇരിക്കേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും? ഇതൊക്കെ വെറുതെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികളാണ്, അതൊക്കെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആള് നിങ്ങളാണോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എന്താണ് എനർജി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത്രയും കാർഡ്സ് വന്ന് എഴുതാൻ പറ്റുന്നത് എനിക്ക് ഒരു കാർഡ് അല്ലെങ്കിൽ 2 കാർഡ് തരണം പ്ലീസ്. 1 or 2 കാർഡ് തരണം ഭഗവാനെ. ഓക്കെ, എത്ര പേര് കൂടി അടി ഉണ്ടാക്കണം എന്നൊക്കെ. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ മാത്രമല്ല, ഇതിനകത്ത് കുറെ ആളുകൾ ഇടപെടുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അയൽക്കാര്, നിങ്ങളുടെ വീട്ടുകാര്, ബന്ധുക്കള് എല്ലാം ഇതിനകത്ത് കേറി നിങ്ങൾക്ക് പണി തരുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആരുടെയാണ് പോണത്? നിങ്ങളുടെയാണ് അല്ലെ? അപ്പൊ ഇത്രയും ആൾക്കാരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. പോകുന്നത് നിങ്ങൾക്കാണ്. എന്തിനാ വെറുതെ 6 of. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറണമെന്ന്, മുമ്പോട്ട് പോകണം, ഇവിടെ നിന്ന് ഒഴിവായി മാറിപ്പോണമെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ. പക്ഷെ അതിന് തടസ്സമായി ബന്ധുക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ആണ്, ഒരു ലീഡർ ആണിത്.
ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ. പക്ഷേ സർപ്പമാണ്, വിഷമാണ് കാണിക്കുന്നത്. അപ്പോ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ്. അപ്പോ ബന്ധുക്കളില് പറയുന്നത് കൂടുതൽ എന്ന് വെച്ചാൽ ബന്ധുക്കളുടെ കൂടെ നിന്ന് നിങ്ങളെ കുത്തുന്ന ഒരു എനർജി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്ന് പോകണമെന്ന്, മാറിപ്പോകണമെന്ന് വെച്ചാല് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കണം, ഇവിടെ നിന്ന് നല്ല ശാന്തതയുള്ള സ്ഥലത്തേക്ക് പോകണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വ്യക്തിയുടെ ബന്ധുക്കളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് പണി തരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും സങ്കടം. ഓൾറൈറ്റ്. അപ്പോ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എനർജി തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. വഴിയെ പോകുന്നവരൊക്കെ എല്ലാവർക്കും അഭിപ്രായമുള്ള പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അത് പണിയാണല്ലോ. ഓക്കെ, എന്താണ് അവസ്ഥ? ഇവിടെ ഒരാൾക്ക് സ്ത്രീയാണെന്ന് വിചാരിക്കാം, എക്സാമ്പിൾ പറയാണ്, ജോലി ഉണ്ടെങ്കിൽ ആ വ്യക്തി നിനക്ക് ജോലി ഉള്ളതിന്റെ പൈസ ഒക്കെ സമ്പാദിക്കുന്നതിന്റെ അഹങ്കാരമല്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അതിന്റെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ വ്യക്തിയും, മനസ്സിലായോ? ഈ നിങ്ങൾ ജോലി എടുക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, ഈ വ്യക്തിക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് എന്നൊരു ഇതിലത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നില്ല, തോന്നിയ സമയത്താണ് കയറി വരുന്നത്, ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുമ്പോ അവരുടെ കൂടെ നിന്ന് നിങ്ങളെ കുത്തുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന പണം, നിങ്ങളുടെ സമയം, നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പൈസ ചെലവാക്കി വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടിരുന്ന സാധനങ്ങൾക്കൊന്നും ഒരു വിലയില്ല. മനസ്സിലാവുണ്ടോ? അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ സമ്പാദിക്കുന്നത് മൊത്തത്തില് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. അപ്പോ പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു വിലയില്ല, നിങ്ങളുടെ പൈസ വേണം, നിങ്ങളെ വേണ്ടാത്ത ഒരു അവസ്ഥ. റിലേഷൻഷിപ്പ് ഭയങ്കര പണിയാണല്ലോ. മാരീഡ് ആയിട്ടുള്ള ഒരു മാരേജ് റിലേഷൻഷിപ്പ് ആണ്. ഇത് എംപ്രസ് ആണ്. സർവം സഹയായ ഒരു എനർജി ഇവിടെ കാണിക്കുന്നത് നിങ്ങളായിരിക്കും. സർവം സഹയാണ്, എംപ്രസ് ആണ്, ഭൂമിയാണ്. മുമ്പോട്ടുള്ള പോക്ക് കാരണം നിങ്ങൾ കുറെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്നാണ്. പിന്നെ താലി കെട്ടി പോയില്ലേ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞതല്ലേ, ഭർത്താവല്ലേ, ഭാര്യയല്ലേ എന്നൊരു ചിന്തയില് സർവം സഹിച്ചു ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ടോറസ്, ലീബ്ര സോഡിയാക് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ലീബ്ര സോഡിയാക് സൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാല് മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് തുറന്നു പറയില്ല. മറ്റുള്ളവർ എത്രയും അടിച്ചമർത്തിയാലും അതിൽ നിന്ന് വഴങ്ങി കൊടുക്കുന്ന ആളുകളാണ് ലീബ്ര സോഡിയാക് സൈനിലുള്ള ആളുകൾ. മനസ്സിലായി? ക്ഷമ, നിങ്ങൾക്ക് ശാന്തത എന്ന് വെച്ചാൽ ലീബ്ര സോഡിയാക് സൈൻ്റെ കാര്യം പറഞ്ഞാൽ ആവണം എന്നില്ല. നിങ്ങള് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന, ദേഷ്യപ്പെടില്ല എന്നല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് പെരുമാറുന്ന ലീബ്ര സോഡിയാക് സൈൻ ഉണ്ട്. പക്ഷെ ഇവിടെ കാണിക്കുന്നത് കുറച്ച് കുടുംബത്തിന് വേണ്ടി എല്ലാം ക്ഷമിക്കുന്നു എന്നൊരു ചിന്ത. ഓൾറൈറ്റ്. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ്? അത് നിങ്ങൾക്ക് ചില സമയത്ത് ഡൗട്ട് വരാറുണ്ട് അല്ലെ, ഈ പെരുമാറ്റം കാണുമ്പോൾ? എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ അറിയില്ല ഈ ബന്ധത്തിൽ എന്താണ്. കാരണം നിങ്ങളെല്ലാം ചില സമയത്ത് എന്താണെന്നറിയാമോ, നമ്മളുടെ കൂടെയുള്ള ആള് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങളും കൂടെ പ്രതികരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നിങ്ങൾ പ്രതികരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വീട്ടുകാരോട് പറയണം എന്നോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന്, എന്നെ മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള ഒരു പുരുഷൻ, നല്ലൊരു മനുഷ്യനായിട്ട് കണക്കാക്കണം, ഇങ്ങനെ വെറുതെ എന്റെ മെക്കിട്ട് കയറരുത് എന്നൊരു കാര്യം, നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ വരച്ച് കാണിച്ചിട്ടില്ല നിങ്ങളുടെ പേഴ്സണോട്. ഇങ്ങനെ എന്നോട് സംസാരിക്കരുത്, ഇങ്ങനെ എന്നോട് പെരുമാറരുത്, ഇങ്ങനത്തെ കാര്യം ഞാൻ ചെയ്യില്ല, ഇതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ തുറന്നൊന്നും പറയാറില്ല. നിങ്ങളെല്ലാം ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ എന്നാലും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ എല്ലാം സഹിക്കുന്നതിനെ കുറിച്ച് ഒരു പിടുത്തവുമില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് ഇടപെടാത്തത്. മനസ്സിലാവുണ്ടോ? അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളുടെ വ്യക്തി പറയുന്നത് എന്താണ് അവൾക്ക് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ ഇവന് ഇഷ്ടമില്ലാത്തത് എന്നോട് പറയണ്ടേ, അത് പറയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഒരു ട്രാപ്പിൽ ഇവിടെ നമ്മളാരും വ്യക്തി വിചാരിക്കുന്ന ഇതാണ്, നിങ്ങളാരും പിടിച്ചു കെട്ടിയിട്ടില്ല, നിങ്ങൾക്ക് വാതുറന്ന് പറയാം. ഒരാള് നിങ്ങളോട് ചീത്തയായിട്ട് പെരുമാറുമ്പോ അയാളോട് എന്നോട് മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്, എന്നോട് ഇങ്ങനെ പെരുമാറരുത്, ഞാനത് ചെയ്യില്ല എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം. അതോടെ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താ. ഇത് നിങ്ങൾ എന്ത് ചെയ്താലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്
ഇങ്ങനെയുള്ള ഒരു ബാലൻസ് ഇല്ലായ്മ. നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരണമെന്നാണ് സാജിറ്റേറിയസ് സോഡിയക് സൈനോടെ കാണിക്കുന്നത്. ടെമ്പറൻസ്, ഒരു ബാലൻസ് കൊണ്ടുവരണം. ഇവിടെ എക്സ്ട്രീം ആണ്. നിങ്ങൾ ദേഷ്യം വന്നാൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കും. അതല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട്, നിങ്ങൾ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശാന്തമായിട്ട് പെരുമാറും. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ് ഈ വ്യക്തിയിൽ നിന്ന്. നല്ല കുറ്റം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ സ്ത്രീയെ കുറ്റം പറയാൻ പറ്റുമോ? അറിയില്ല. എന്താണ് നിങ്ങളുമായിട്ടുള്ള വ്യക്തിയുടെ ഉദ്ദേശം? എന്താണ് വ്യക്തിയുടെ ഉദ്ദേശം? വ്യക്തി എന്താ ഇതിനകത്ത് ഇടപെടാത്തെന്ന് അറിയാവോ? ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വ്യക്തിയുടെ ബന്ധുക്കളാണ്. അപ്പൊ അവരെ എങ്ങനെ എതിർക്കും? അപ്പൊ നിങ്ങൾ തന്നെ സോർട്ട് ചെയ്യട്ടെ എന്നാണ് വ്യക്തി വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തിയുടെ ശാന്തത, വ്യക്തിയുടെ സന്തോഷം, വ്യക്തിയുടെ മാനസിക സമാധാനം, ഇതാണ് വ്യക്തി ചിന്തിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിയോട് പറയണം. നിങ്ങൾ വ്യക്തിയോട് പറയുന്നുമില്ല, നിങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കുന്നുമില്ല. അപ്പൊ വ്യക്തി പറയും നിങ്ങളൊക്കെ എന്താ വേണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് എന്റെ സമാധാനമാണ് മുഖ്യമായിട്ട് വേണ്ടത്, എനിക്ക് എന്റെ ബന്ധുക്കളോട് വഴക്കിടക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ വന്നു കയറിയ ആളാണ്, നിങ്ങൾക്ക് പറയാം എന്നോട് ഇങ്ങനെ പെരുമാറരുത്. അത് നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അതാണ് വ്യക്തിക്ക് സംശയം. അതുകൊണ്ടാണ് വ്യക്തി ഇടപെടാത്തത്. വ്യക്തിക്ക് വ്യക്തിയുടെ സൈഡ് നോക്കണം. ഇപ്പൊ ഭാര്യയും അമ്മായിയും കൂടെ വഴക്കിടുമ്പോ മിക്ക ബുദ്ധിയുള്ള ആണുങ്ങൾ ഇടപെടില്ല അതിനകത്ത്. അവരപ്പൊ തന്നെ എന്തെങ്കിലും ഫ്രണ്ട് വിളിക്കുന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ അടി കിട്ടും, എന്തൊക്കെ പറ്റുമെന്ന് അവർക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള യുക്തിപൂർവമായിട്ട് ഒരു പെരുമാറ്റമാണ് നിങ്ങളുടെ വ്യക്തിയുടെ സൈഡിൽ നിന്ന്, സ്ത്രീ ആയാലും പുരുഷനായാലും വരുന്നത്. കാരണം ഇതിനകത്ത് പ്രശ്നമായാൽ ഇത് കുഴയും. മനസ്സിലായോ? ഊരി പോവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് മാക്സിമം ഇവരെ അവോയ്ഡ് ചെയ്യാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുതെന്ന് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ പറയുക. നിങ്ങൾ പറയുന്നില്ല, നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒരു ചിന്താഗതി. അത് നിങ്ങൾക്ക് പണി തരുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഈ വ്യക്തിയുടെ ജീവിതത്തില് നിങ്ങളാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആള്? യെസ് എന്ന് പറയുന്നു കണ്ടോ, ഞാനിത് ഉണ്ടാക്കി പറഞ്ഞല്ല, യെസ് ആണ്. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തി ഉപേക്ഷിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യെസ് കാർഡാണ് പറയുന്നത്. പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് വെച്ചാല് ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ്. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അമ്മ, അച്ഛൻ, ബ്രദർ, സിസ്റ്റർ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, എനിക്ക് അറിഞ്ഞൂടാ, ഈ അമ്മാവൻ, അമ്മായി, എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ഈ വ്യക്തിക്ക് ആരെയും തള്ളി പറയാൻ പറ്റില്ല, അല്ലെ? എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആരുടെ സൈഡ് എടുക്കണമെന്ന് ഒരു ഇതും ഇല്ലാത്ത, ഒരു ഐഡിയ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യണം, വ്യക്തിയെ സംശയിക്കരുത്. വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലായ്മയല്ല, എന്ത് പറയണം, എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണം ഒരു പിടുത്തവും ഇല്ല. അതാണ് കാരണം. കാരണം എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ഏത് ആളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് അറിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ, അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ? നിങ്ങളാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്വാസം മുട്ടുകയാണ്. നമ്മൾ ആരും സഹായിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തതുണ്ടോ? നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് യുക്തിപൂർവമായിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് ഇവിടെ കാണിക്കാം. നമ്മൾ വളരെ സാധുവായാലും നമ്മളുടെ തലയിൽ കയറിയിരിക്കും ആളുകൾ. അതിന്റെ ആവശ്യമില്ല. റെസ്പെക്ട് ചെയ്യുക, മ്യൂച്വൽ റെസ്പെക്ട് എപ്പോഴും വേണം. പക്ഷെ ആ റെസ്പെക്റ്റിനുള്ളിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ നമ്മളും മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അതുപോലെ നിങ്ങൾക്ക് എന്നെ റെസ്പെക്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നതിന് ഒരു ഇതുമില്ല. നിങ്ങൾ ആരുടെയും അടിമയല്ല. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും ആരുടെ അടിമയല്ല. നിങ്ങൾക്കും വേണം റെസ്പെക്ട്. അപ്പൊ നിങ്ങൾക്കത് പറയാം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അത് ഇടയ്ക്കൊക്കെ പുറത്തിറക്കണമെന്നല്ല, ദ്രോഹിക്കണമെന്നല്ല, ഉപദ്രവിക്കണമെന്നല്ല, നശിപ്പിച്ച് കളയണമെന്നല്ല. നമ്മളുടെ ഫാമിലിയാണ്, നാളെയും കാണേണ്ട ആളുകളാണ്. പക്ഷെ നമുക്ക് റെസ്പെക്ട് തരണം. അപ്പൊ യുക്തിപൂർവമായിട്ട് നിങ്ങൾ പെരുമാറണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അധികം അങ്ങോട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നാകെ വട്ടായിട്ടിരിക്കുമ്പോഴും ഇവര് വന്നു പറയാം, ശരി ഞാനിപ്പോ വെള്ളം ചൂടാക്കാൻ പറയാം, ശരി ഇപ്പൊ ചൂടാക്കാന്ന് പറയാം. അല്ല, നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോ
ഒരാൾ വന്നിട്ട് നിങ്ങളോട് ഈ പണി നിങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോലി തീർക്കുക, എന്നിട്ട് പോകുക. അതുവരെ അവർ ക്ഷമിച്ചിരിക്കട്ടെ, അവർക്ക് ക്ഷമിക്കാം. അവർ ക്ഷമിക്കില്ല. അയ്യോ അവരെന്ത് വിചാരിക്കും, അവർ അങ്ങനെ പറയും ഇങ്ങനെ പറയും. നിങ്ങൾ ആകെ കാട് കയറി ചിന്തിച്ച് നിങ്ങൾ ആകെ വട്ടായി, നിങ്ങളുടെ ഉള്ളു മുഴുവനും ഭയങ്കര നെഗറ്റീവ് എനർജീസ് ആവും. അതിന്റെ കാര്യമില്ലെന്നാ പറയുന്നത്. യുക്തിപൂർവം പെരുമാറുക. നിങ്ങൾ ആരെയും ട്രാപ്പ് ചെയ്ത്, നിങ്ങളെ ആരും ട്രാപ്പ്, അതല്ല നിങ്ങളുടെ വ്യക്തിയും പറയുന്നത്. ഇവിടെ ആരും കെട്ടിപ്പൂട്ടി വെച്ചിട്ടില്ല ആരെയും. എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. നിങ്ങൾ പുറത്തു പോകുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് വരാം. നിങ്ങൾക്ക് ആരെയും പ്ലീസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ പ്ലീസ് ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യില്ല, മറ്റുള്ളവർ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു എനർജിന്ന് വരണം. നിങ്ങൾ ആരും കെട്ടിയിട്ടിട്ടില്ല എന്നാണ് യൂണിവേഴ്സും പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. സഭ്യമായ ഭാഷയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുക. ഇത് പറ്റില്ല. ചില സമയത്ത് നിങ്ങളുടെ ആ ഒരു ദേഷ്യം കാണിക്കുക. ഇത് പറ്റില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയുക. അതിന് ഉറച്ചു നിൽക്കുക. കേട്ടോ? അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡെവിൾ കാപ്രിക്കോൺ എനർജി കാണിക്കുന്നുണ്ട്. സർവം സഹയായിട്ടുള്ള ഒരു എനർജി അല്ല ഇവിടെ വേണ്ടത്. നമ്മൾ ഓരോ പരിസ്ഥിതിയും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുക, അല്ലാതെ കോംപ്രമൈസ് ചെയ്യണ്ട. അഡാപ്റ്റ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഡ്ജസ്റ്റ് അല്ല, അഡാപ്റ്റ് ചെയ്യുക. കോംപ്രമൈസ് ചെയ്യണ്ട. നമ്മൾ ആരും ആരുടെയും അടിമയല്ല, സ്ത്രീ ആയാലും പുരുഷനായാലും. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇടയ്ക്കൊക്കെ നമ്മളുടെ ആ ഒരു നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു വികൃതമായ ഒരു ക്യാരക്ടർ ഉണ്ട് നമുക്ക്. അപ്പൊ അത് ഇടയ്ക്കൊക്കെ മറ്റുള്ളവരെ കാണിക്കുന്നത് നല്ലതാണ്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാപ്രിക്കോൺ, വെർഗോ, പൈസീസ്, പിന്നെ ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, ലീബ്ര, ടോറസ്, ലീബ്ര, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.